ചന്തം ഏനുണ്ടോടി താമരച്ചന്തം ഏനുണ്ടോടി മാരിവിൽ ചന്തം ഏനുണ്ടോടി മാമഴച്ചന്തം കമ്മലിട്ടോ പൊട്ടു തൊട്ടോ ഏനീതൊന്നും അറിഞ്ഞതേയില്ലേ പുന്നാര പൂങ്കുയിലേ. ഇപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ആരാണ് എന്താണ് എന്നുള്ളതൊക്കെ. പ്ലേബാക്ക് സിംഗർ സിത്താരയാണ് നമ്മളുടെ ഇന്നത്തെ ഗസ്റ്റ്. സിത്താര, വെൽക്കം ടു ഐക്കൺ യുവ. താങ്ക് യു സോ മച്ച്. താങ്ക്സ് എ ലോട്ട്. മഴ പോലെന്റെ മനസ്സേ അറിയുമോ തെന്നലിന്നെന്റെ അരികെ നിമിഷമേ പറയൂ ജീവിതം മോഹനം. സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസിൽ ഒരുവിധം എല്ലാത്തിലും പാടിക്കഴിഞ്ഞു. സ്റ്റേറ്റ് അവാർഡ് കിട്ടി. ഇപ്പോൾ സംഗീതം അല്ലെങ്കിൽ പ്ലേബാക്ക് സിംഗർ എന്ന നിലയിലല്ലാതെ ഇതിന് മേളിലേക്ക് എന്താണ് ആഗ്രഹം? സൗത്ത് ഇന്ത്യൻ സീനിലെ ആളുകളൊക്കെ റെക്കഗ്നൈസ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ എത്തിയോന്നൊന്നും ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഓഫ് കോഴ്സ് മലയാളത്തിൽ കുറേ നല്ല പാട്ടുകൾ പാടാൻ പറ്റി. അതേപോലെ തന്നെ മറ്റ് ഭാഷകളിലും കുറച്ചൊക്കെ നല്ല നല്ല പാട്ടുകൾ, ആളുകൾ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ പാടാൻ സാധിച്ചു. അതൊക്കെ ഒരു മ്യൂസിക് സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിൽ ചെറിയ കുട്ടിക്കാലം മുതൽക്ക് തന്നെ എൻ്റെ ഒരു ദൂരെയുള്ള സ്വപ്നങ്ങളിൽ പെട്ടതായിരുന്നു സിനിമയിൽ പാടുക എന്നുള്ളത്. ആളുകൾ തീർച്ചയായിട്ടും അതൊക്കെ ആഗ്രഹങ്ങളായിരുന്നു. അതൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. എൻ്റെ ഫാമിലിയുടെ സന്തോഷം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ക്ലാസിക്കൽ മ്യൂസിക് അല്ലെങ്കിൽ കച്ചേരി ഈ ഒരു മേഖലയിലേക്ക് ആയിരിക്കാം ഇനി ഒരു അടുത്ത സ്റ്റെപ്പ് എന്ന്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് അതാണ്. ഒരു നമുക്ക് ഉണ്ടാവണം, നമ്മൾ ബിലോങ് ചെയ്യുന്നത് ഈ ഒരു സോണിലായിരിക്കണം എന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ. അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണത്. മേ ബി ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ ഞാൻ സ്വപ്നം കാണുന്ന സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, അതിന് വേണ്ടി എടുക്കേണ്ട എഫേർട്ടിൻ്റെ എത്രയാണ് എന്നുള്ളതിനെ കുറിച്ചൊരു നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ഇപ്പം പ്ലേബാക്ക് സിംഗർ എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞമാതിരി റെക്കഗ്നൈസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു പേരിന് നെയിം സേക്ക് ഒരു കച്ചേരി ചെയ്യാന്ന് പറയണത് വേണമെങ്കിൽ എനിക്ക് അതിനുള്ള വേദികൾ ഇപ്പോഴും ആൾക്കാർ തന്നേക്കാം. ഒരു പ്ലേബാക്ക് സിംഗർ നടത്തുന്ന കച്ചേരി എന്നുള്ള രീതിയിൽ സ്ഥലങ്ങൾ എനിക്ക് കിട്ടിയേക്കാം, പാടാനുള്ള അവസരങ്ങളും ഓഡിയൻസിനെ വരെ എനിക്ക് കിട്ടിയേക്കാം. പക്ഷെ അങ്ങനെയല്ല, അതിൻ്റെ ഒരു ശാസ്ത്രീയത എന്ന് പറഞ്ഞതുണ്ടല്ലോ, അതിൻ്റെ ചിട്ടകളുണ്ട്, അതിനൊരു ഗ്രാമർ ആധികാരികമായി കാണുന്നു. അത് ആധികാരികത നല്ലോണം ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു ചെറിയ പോർഷനെങ്കിലും പെർഫോം ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. നമ്മൾ പഠിക്കുന്ന എൻ്റെ ഗുരുജി എപ്പോഴും, ഉസ്താദ് എപ്പോഴും പറയാറുണ്ട്, നമ്മൾ എത്രമാത്രം ഇതിൻ്റെ വലിപ്പമല്ല, കുറേ കാര്യങ്ങൾ കുറച്ച് അറിയുന്നതിലല്ല, ഒരു നോട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മ്യൂസിക്കൽ നോട്ട്, ഒരു ശ്രുതി ചേർന്ന് പാടാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ചിലപ്പോൾ ഒരു ആയുസ് മുഴുവനും നമ്മൾ സ്പെൻഡ് ചെയ്താൽ അതുപോലും നടന്നില്ല എന്ന് വരാം. അപ്പോൾ എനിക്കിപ്പോഴും അറിയില്ല ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ ക്ലാസിക്കലിൽ പെർഫോം ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ഇപ്പോഴും അറിയില്ല. പക്ഷെ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ ഹാർഡ് വർക്കും തീർച്ചയായിട്ടും ചെയ്യും. നമുക്ക് എഫേർട്ട് മാത്രമല്ലേ നമുക്ക് അഷ്യൂർ ചെയ്യാം, ഞാൻ പ്രാക്ടീസ് ചെയ്യും എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അച്ഛൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ പാരൻസിൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. അച്ഛൻ പാടും അല്ലേ? അച്ഛനെന്നായിരിക്കും ഒരുപക്ഷെ പാട്ട് കിട്ടിയത്. ആയിരിക്കണം. കാരണം എന്താ വെച്ചാൽ വീട്ടിലെല്ലാവർക്കും മ്യൂസിക്കൊക്കെ ഉണ്ട്. ആരും പ്രൊഫഷണൽ സിംഗേഴ്സ് ഇല്ല, മ്യൂസിഷ്യൻസ് ഇല്ല. പക്ഷേ അച്ഛൻ്റെയും മുത്തശ്ശൻ എൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഹാർമോണിയവും ഗ്രാംഫോണും റെക്കോർഡ്സും ഒക്കെ എൻ്റെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ അച്ഛൻ പാടും, അച്ഛൻ്റെ സിസ്റ്റർ പാടും. അങ്ങനെ മ്യൂസിക് ഉണ്ട് എല്ലാവർക്കും. അത് തന്നെയായിരിക്കും നാച്ചുറലി കിട്ടിയത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ എന്നെ എഫേർട്ട് എടുത്തിട്ട് പ്രാക്ടീസിനും കാര്യങ്ങൾക്കൊക്കെ കൊണ്ടുപോയിട്ടുള്ളത് അമ്മയാണ്. നമ്മൾ കുട്ടിക്കാലത്തൊന്നും നമ്മളുടെ ഒരു ചോയ്സുകളല്ലല്ലോ എപ്പോഴും. പക്ഷേ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ചെറിയ ചെറിയ ടാലൻറ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നല്ല ഗുരുക്കന്മാരുടെ അടുത്ത് എത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ലക്കിയാണ്. കാരണം വളരെ കുട്ടിക്കാലം മുതൽ തന്നെ നല്ല ടീച്ചേഴ്സിൻ്റെ ട്രെയിനിങ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പല ഗുരുക്കന്മാരുടെ കീഴിൽ അഭ്യസിച്ചിട്ടുണ്ട്. ഒരു ഗുരുവിൽ നിന്ന് മറ്റൊരു ഗുരുവിലേക്ക് പോകാണ്ടായുള്ള സാഹചര്യം അത് നമ്മളുടെ വളർച്ചയ്ക്ക് പോരാ എന്ന് തോന്നലുണ്ടാണോ?
ഒരിക്കലും അല്ല. എൻ്റെ ഒരു കാര്യത്തിൽ എൻ്റെ ഗുരുക്കന്മാരാണ് എൻ്റെ എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ ആദ്യം പഠിച്ചിട്ടുള്ളത് ഒരു കുട്ടൻ മാഷ് എന്ന് പറഞ്ഞിട്ട് വളരെ കുഞ്ഞായിരിക്കും, ഒരു 4 വയസ്സുള്ള സമയത്ത് എൻ്റെ അടുത്ത വീട്ടിൽ ചേച്ചിമാർ പോകുമ്പോൾ അവരുടെ കൂടെയാണ് ഞാൻ വെറുതെ അമ്മ അവരുടെ കൂടെ പോയി ഇരുന്ന് നോക്കട്ടെ, താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അന്ന് വളരെ ഏജ്ഡ് ആയിട്ടുള്ളൊരു അധ്യാപകനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഞാൻ ഈ സപ്തസ്വരങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് ദിവസങ്ങൾ മാത്രമേ അവിടെ പോയിട്ടുള്ളൂ. പിന്നെ അതിന് ശേഷം രാമനാട്ടൂർ സതീശൻ എന്ന് പറഞ്ഞ മാഷ്, അദ്ദേഹം എൻ്റെ സ്കൂളിലെ മ്യൂസിക് ടീച്ചറായിരുന്നു. അപ്പോൾ അങ്ങനെ സ്കൂളിൽ നിന്ന് കേട്ടിട്ടാണ് കുറേശ്ശെ പാടുന്ന കുട്ടിയായതുകൊണ്ട് പാട്ട് പഠിപ്പിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പേരൻസിനോട് പറഞ്ഞു. അങ്ങനെ മാഷെടുത്ത് തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യുക ചെയ്തത് എൻ്റെ പഠിത്തം. അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 10th സ്റ്റാൻഡേർഡിലൊക്കെ എത്തിയപ്പം അദ്ദേഹം തന്നെയാണ് ഇനി പഠിക്കേണ്ടത് മറ്റൊരു ഗുരുവിൻ്റെ അടുത്താണെന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും അങ്ങനത്തെ ഒരു മനസ്സുണ്ടായിക്കൊള്ളണം എന്നില്ല. ഞാൻ അതുകൊണ്ട് എന്നെ ഇതുവരെ പഠിപ്പിച്ച ഗുരുക്കന്മാരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് എനിക്ക്. കാരണം പിന്നെ ഞാൻ പാലാ CK രാമേന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹത്തിനെ പോലൊരു വലിയ ഗുരുനാഥൻ്റെ അടുത്ത് സതീശൻ മാഷ് തന്നെ കൊണ്ടുവന്ന് ആക്കുകയായിരുന്നു. അങ്ങനെ വലിയ മനസ്സുള്ള ഗുരുക്കന്മാരെ മാത്രമാണ് ഞാൻ എൻ്റെ ഒരു കുട്ടിക്കാലം മുതൽക്ക് കണ്ടുവരുന്നത്. അവർ തരുന്ന അനുഗ്രഹവും അവരുടെ ആ ഒരു സ്ട്രെങ്ത്താണ് സത്യത്തിൽ മ്യൂസിക്കിൽ തന്നെ തുടർന്ന് കൊണ്ടുപോകാൻ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത്. ഇപ്പം ഞാൻ പഠിക്കുന്ന ഉസ്താദ് ഫയാസ് ഖാൻജിയുടെ അടുത്താണ്. പിന്നെ കൽക്കട്ടയിൽ ഞാൻ പറഞ്ഞല്ലോ മാസ്റ്റേഴ്സ് ചെയ്തത് രവീന്ദ്രഭാരതി യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അവിടുത്തെ എൻ്റെ ടീച്ചേഴ്സ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ സൈമിൾട്ടേനിയസ് ആയിട്ട് നടന്നിരുന്ന ഒരു പഠനം എന്ന് പറഞ്ഞാൽ ഡാൻസിൻ്റെ ആയിരുന്നു. കലാമണ്ഡലം വിനോദ് ടീച്ചർ ഞാൻ ചോദിക്കാൻ വേണ്ടി ഇരിക്കുന്ന ടീച്ചറെ അടുത്ത്. കാരണം ഗുരുക്കന്മാരെ പേര് പറയുമ്പോൾ ടീച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആയി. പറഞ്ഞമാതിരി 4 വയസ്സ് മുതൽ ഇപ്പോഴും എൻ്റെ ഡാൻസിൻ്റെ ഗുരുനാഥ എന്ന് പറയുന്ന ടീച്ചർ തന്നെയാണ്. ഞാനിപ്പോൾ പെർഫോം ചെയ്തിട്ടൊരു 5 വർഷത്തോളമായി. പക്ഷേ എൻ്റെ ഒരു ക്യാരക്ടർ ഫോർമേഷനിലാണെങ്കിലും ശരി, എൻ്റെ ഒരു ലൈഫിന് നമുക്കൊരു ചിട്ട ഉണ്ടാവുമല്ലോ ഇത്തരം ക്ലാസിക്കൽ പഠനത്തിൻ്റെ ഭാഗമായിട്ട്. അതുണ്ടാക്കണതിൽ എനിക്ക് വളരെ വലിയൊരു ഇൻഫ്ലുവൻസ് ആയിരുന്നു ടീച്ചർ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഫിലിം മ്യൂസിക്കിനെ സംബന്ധിച്ച് ആദ്യമായിട്ട് ഞാൻ കാസറ്റ്സിൽ പാടിയിട്ടുള്ളത് NP പ്രഭാകരൻ എന്ന് പറയുന്നത്, ഞാൻ പ്രഭാകരൻ മാമ എന്ന് വിളിക്കണ അദ്ദേഹം ഒരു വളരെ നല്ല മ്യൂസിഷ്യനാണ്. ഒരുപാട് പാട്ടുകൾ കാസറ്റ്സിലൂടെയും തരംഗിണി കാസറ്റ്സിലൂടെയൊക്കെ ചെയ്തിട്ടില്ല. അപ്പോൾ അവരൊക്കെയാണ് എനിക്ക് എങ്ങനെയാണ് കാസറ്റിൽ റെക്കോർഡിങ്. അപ്പോൾ ഓരോ സ്ഥലത്തും നമുക്ക് ഓരോ ഗുരുക്കന്മാരുണ്ട്. ഇപ്പോഴും നമ്മൾ ഓരോ വേദിയിൽ പെർഫോം ചെയ്യുമ്പോൾ നമ്മുടെ കൂടെയുള്ള ആർട്ടിസ്റ്റുകൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പുതിയ നോളജ് തന്നുകൊണ്ടിരിക്കും. നമ്മളിങ്ങനെ ചെവിയും മനസ്സും ഒക്കെ കണ്ണും ഒക്കെ തുറന്ന് വയ്ക്കുക എന്നുള്ളതാണ് ഒരു മ്യൂസിഷ്യൻ എന്നുള്ള രീതിയിലും എപ്പോഴും സ്റ്റുഡൻ്റ് എന്നാണ് ഞാൻ എന്നെ കൺസിഡർ ചെയ്യുന്നത്. അത് തന്നെ നമുക്ക് ചെയ്യാനുള്ളൂ, പഠിച്ചുകൊണ്ടിരിക്കുക. അറിയുമോ തെന്നലിന്നെൻ്റെ അരികെ നിമിഷമേ പറയൂ ജീവിതം മോഹനം. സ്കൂൾ തലത്തിൽ അതുപോലെ കോളേജ് തലത്തിൽ ഇതെല്ലാം പെർഫോമൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് എങ്ങനെയായിരുന്നു സഹപാഠികളുടെ ഒരു അപ്രോച്ച് എങ്ങനെയായിരുന്നു? അവർക്ക് ഒരു ആരാധനാ കഥാപാത്രമായിരുന്നോ? ഒരു കൗതുകം ഉണ്ടായിരുന്നു. ആരാധന എന്നുള്ള വാക്കിനേക്കാൾ കൂടുതൽ നമ്മളുടെ കൂടെയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ നമ്മൾ വേറെ ചില കാര്യങ്ങൾ സാധാരണ അല്ലാത്ത എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് വിളിക്കാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ അന്ന് കിട്ടുന്ന സമ്മാനങ്ങളുടെയൊക്കെ അതിൻ്റെ ഒരു കൗതുകവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളെന്ന് പറയാനില്ല, എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു എന്തായാലും. പക്ഷെ വളരെ അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയാവുന്ന കുറച്ച് പേരേ ഉള്ളൂ. അത് ഇപ്പം ഈ ഒരു പോയിന്റിൽ വരെ നിന്നിട്ട് നോക്കുന്ന സമയത്ത് എല്ലാ സ്ഥലത്തു നിന്നും ഒരാൾ 2 പേരൊക്കെ ഞാൻ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടില്ല. സ്കൂൾ സമയത്ത് നിന്ന് ഒരാൾ, കോളേജിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുമ്പം, കൽക്കട്ടയിൽ നിന്ന് പഠിക്കുമ്പം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് പേരുള്ളൂ, വിരലിലെണ്ണാവുന്ന സുഹൃത്തുക്കളേ ഉള്ളൂ. അവർക്കൊക്കെ ഞങ്ങൾ ഒരുപാട് സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടൊന്നുമല്ല, സംസാരിക്കണം എന്ന് പോലുമില്ല, അത്രയും അറിയാം ഞങ്ങൾക്ക് പരസ്പരം. അവരിപ്പോഴും എൻ്റെ കൂടെയുണ്ട്, വലിയ സപ്പോർട്ടായിട്ട് തന്നെ. എൻ്റെ പേരൻസ് ആണെങ്കിലും എൻ്റെ വീട്ടിലുള്ള ഓരോരുത്തരും ആഗ്രഹിച്ചിരുന്ന പോലെ പ്രാർത്ഥിച്ചിരുന്ന പോലെ എൻ്റെ കൂടെ വലിയ ശക്തിയായി നിന്ന സുഹൃത്തുക്കളുണ്ട് എനിക്ക്. എങ്ങനെയായിരുന്നു വിവാഹം? സാധാരണ ഭയങ്കര സഡനായിട്ട് സ്ട്രേഞ്ച് ആയിട്ടുള്ള ചോദ്യം. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് സജീഷ് എന്നാണ്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. ഞങ്ങളുടേത് ഒരു അറേഞ്ച് മാരേജ് ആയിരുന്നു. എൻ്റെ ചോദ്യം. അതെ. അപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആണ് ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞല്ലോ. അവിടെ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനും സിൻഡിക്കേറ്റ് മെമ്പറൊക്കെ ആയിരുന്നു ഹസ്ബൻഡ്.
ഞാൻ യൂണിവേഴ്സിറ്റി കലാതിലകമായിരുന്നു. അപ്പം അങ്ങനെ ആ സമയത്ത് എൻ്റെ പേരൻസിനെയൊക്കെ അദ്ദേഹത്തിന് അറിയായിരുന്നു. അപ്പം അങ്ങനെ ഒരു പ്രപ്പോസൽ എന്നുള്ള രീതിയിൽ വന്ന് ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞൊരു 1.5 വർഷം കഴിഞ്ഞിട്ടായിരുന്നു മാരേജ്. നിങ്ങളതിന് മുമ്പ് കണ്ടിട്ടുണ്ടോ? ആ തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ട്. ഒരു കോളേജിലായിരുന്നു? കോളേജിലല്ല, ഏട്ടൻ മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്, ഡോക്ടറായിരുന്നു. അപ്പം മെഡിക്കൽ കോളേജിലാണ് പഠിച്ചിട്ടുള്ളത്. ഞാൻ ഗ്രാജുവേഷൻ ഫറൂഖ് കോളേജിലും പോസ്റ്റ് ഗ്രാജുവേഷൻ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റിന് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിനുമാണ് കഴിഞ്ഞിരുന്നത്. അപ്പം ഈ യൂണിവേഴ്സിറ്റി യൂണിയൻ ഭാരവാഹി എന്നുള്ള രീതിയിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ പത്രത്തിലൊക്കെ വാർത്തകളും ഒക്കെ പരസ്പരം ആ രീതിയിൽ കണ്ടിട്ടുണ്ട്. ഡോക്ടറാണല്ലോ, ഈ സംഗീതവും വൈദ്യശാസ്ത്രവും തമ്മിലുള്ള കെമിസ്ട്രി എങ്ങനെ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഭംഗിയായിട്ട് പോണു. ജനറലി തന്നെ അത് നല്ലതാണെന്നാണല്ലോ ഇപ്പോൾ പറയണത്, സ്റ്റഡീസ് പ്രൂവ് ചെയ്യണത് മ്യൂസിക്കും മെഡിസിൻ ആണെന്നുള്ളത്. അപ്പം ഒരു ഫാമിലി എന്നുള്ള രീതിയിൽ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണം ദൈവാനുഗ്രഹം കൊണ്ട്. പിന്നെ മാത്രമല്ല എൻ്റെ ഒരു പ്രൊഫഷൻ എന്നുള്ള രീതിയിൽ ഞാൻ മ്യൂസിക്കിൽ കൂടുതൽ, പ്രത്യേകിച്ചും സിനിമയിൽ പാടുക എന്നുള്ളതൊക്കെ എന്നേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരു പക്ഷേ എൻ്റെ ഹസ്ബൻഡായിരിക്കും. സിത്താരേനെ എപ്പോൾ കാണുമ്പോഴും ഭയങ്കര പ്ലസൻ്റ് ആയിരിക്കും. ബേസിക്കലി സിത്താര ഇങ്ങനെയാണ്, എൻ്റെ ബേസിക് നേച്ചറാണ്. ഞാനിപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോഴല്ലേ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളെ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് ആരെങ്കിലുമൊക്കെ പറയുമ്പോഴല്ല, അല്ലാണ്ട് മ്യൂസിക് എൻ്റെ ജോലിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മനഃപൂർവ്വം പ്ലസൻ്റ് ആയിട്ടിരിക്കണമല്ല. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ. അതിനിപ്പം ബാക്കിയുള്ളവരുടെ ഒക്കെ എങ്ങനെ തോന്നണമെന്നുള്ളത് എനിക്കറിയില്ല. അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും ഞാനിപ്പോൾ ഇങ്ങനെയാണ്, അത്ര എനിക്കറിയുള്ളൂ. ഇങ്ങനത്തെ ഒരു പാട്ട് എനിക്ക് പാടിയാൽ കൊള്ളാം, അല്ലെങ്കിൽ ഇന്നൊരു മ്യൂസിക് ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്താൽ കൊള്ളാം എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയില്ല. ഓരോ ആളുകളുടെയും കൂടെ, എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെയും ഇപ്പം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും കൂടെ പാടണം എന്ന് തന്നെ നമുക്ക് ആഗ്രഹം തോന്നുക. കാരണം ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള മ്യൂസിക്കിൻ്റെ ഒരു വേറൊരു തരം എക്സസൈസ് ആണല്ലോ സിനിമയിൽ പ്ലേബാക്ക് സിംഗിങ് എന്ന് പറയുന്നത്. നമ്മൾ 4 ചുമരിൻ്റെ അകത്ത് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ നിന്നിട്ട് ഒരുപാട് ആളുകളുടെ എഫേർട്ടും ഇൻസ്ട്രക്ഷൻസും ഒക്കെ ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ അത് ട്രൈ ചെയ്യുക. അപ്പം അത് ആ ഒരു ഭയങ്കര രസകരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ആ കുറച്ച് മണിക്കൂറുകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് പല ആളുകളുടെയും കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഓരോ തരം എക്സ്പീരിയൻസാണ് തോന്നാറ്, ഓരോ തരം എല്ലാം ഒരു ലേണിംഗ് പ്രോസസ്സ് മാതിരിയാണ്. അപ്പോൾ അതെല്ലാവരും കൂടെ വർക്ക് ചെയ്യണം എന്ന് തോന്നാറുണ്ട്. പിന്നെ പാട്ടുകൾ, എനിക്ക് പെർട്ടിക്കുലറായിട്ടുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ ഇന്ന പോലത്തെ പാട്ട് പാടാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്, എസ്പെഷ്യലി ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന പാട്ടുകൾ അങ്ങനെ ഞാൻ വിചാരിക്കാറില്ല. കാരണം എല്ലാ ആളുകളുടെയും ആരാണോ പാടേണ്ടത് അങ്ങനത്തെ ആളുകളുടെ കയ്യിലേക്ക് തന്നെയാണ് ആ പാട്ടുകൾ എത്തുക. കാരണം ഇത് കമ്പോസ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു കൃത്യമായിട്ടുള്ള ആലോചന ഉണ്ടായിരിക്കുമല്ലോ. അപ്പം ഇപ്പോൾ ഞാൻ പാടണം എന്ന് തോന്നേണ്ട പാട്ടുകളാണെങ്കിൽ ഉറപ്പായിട്ടും എന്നെ വിളിക്കുന്നു. അതല്ല മറ്റ് സിംഗേഴ്സാണ് പാടേണ്ടത് തോന്നി അവരുടെ അടുത്ത് എത്തണം. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് നല്ല പാട്ടുകൾ കേൾക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരു ഇംപ്രോപ്പർ ആയിട്ടുള്ളൊരു പാട്ട്, ഇപ്പം ഞാൻ പാടാൻ പാടില്ലാത്തൊരു പാട്ട് എനിക്ക് തന്ന് ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്ത് അത് പാടിയതുകൊണ്ടോ, അല്ലെങ്കിൽ വേറൊരു സിംഗറാണെങ്കിലും അങ്ങനെ തന്നെ അവർക്ക് ചേരാത്തൊരു പാട്ട്, അങ്ങനെയല്ലല്ലോ വേണ്ടേ. ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള വോയിസിന് ഏറ്റവും ചേരുന്ന പാട്ടുകൾ കിട്ടുമ്പോഴാണ് അതൊരു സിംഗർക്ക് ഏറ്റവും നന്നായി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക. ലേറ്റസ്റ്റ് മൂവി ലൈല ഓ ലൈല, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? സാധാരണ എല്ലാ മൂവിയും പോലെ ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? അങ്ങനെ തന്നെയാണ് ഓരോ പാട്ടുകളും. പാട്ട് പാടുന്ന സമയത്ത് നമുക്ക് സിനിമയുടെ വലുപ്പത്തിനെ കുറിച്ചിട്ടോ സിനിമ ഏത് തരത്തിലുള്ള അതൊന്നും അല്ലല്ലോ നമ്മൾ ആലോചിക്കുക. നമ്മളതിൻ്റെ മ്യൂസിക്കലായിട്ടുള്ള ഭാഗത്തിനെ കുറിച്ചിട്ട് മ്യൂസിക് ഡയറക്ടേഴ്സ് പറഞ്ഞു തരുന്ന കാര്യത്തിനെ പറ്റി ചിലപ്പോൾ ഡയറക്ടേഴ്സിൻ്റെ ഒരു ഇടപെടലുണ്ടായിരിക്കും, ലിറിസിസ്റ്റുകൾ, അങ്ങനെ അതൊക്കെ മാത്രമേ ആലോചിക്കുള്ളൂ ഏതാ സിനിമ എന്നുള്ള. ചില സ്ഥലത്തൊക്കെ പാടാൻ പോകുമ്പം അവർ പറഞ്ഞാൽ മാത്രമേ ഞാൻ അറിയാറുള്ളൂ ഏതാ സിനിമ. ഞാൻ ചോദിക്കാറില്ല ഏതാ സിനിമ എന്നോ അങ്ങനെയൊന്നും ചോദിക്കാറില്ല. അവർക്ക് അതൊരു അങ്ങനെ ചോദിക്കുന്നത് ഒരു ബുദ്ധിമുട്ടാവണ്ട എന്നുള്ളതുകൊണ്ട് ചില ആളുകൾ പറയും, സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പം അങ്ങനെയുള്ളൂ. ചില പാട്ടുകളൊക്കെ സിനിമയുടെ ഭാഗമായിട്ട് വരുമ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് വരുമ്പോഴൊക്കെയാണ് അറിയുക, ഈ പാട്ട് ഇതാണല്ലേ ആ പാട്ട് എന്ന് തോന്നുക. അതേപോലെ തന്നെയല്ലേ എല്ലാ പോലെ അല്ല. അപ്പോൾ ഗോപി ചേട്ടൻ്റെ 3ാമത്തെ പാട്ടാണിത് പാടണേ. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു, പുള്ളി വളരെ ടെക്നിക്കലി ഭയങ്കര ഫാസ്റ്റായിട്ട് പാട്ട് എടുക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പം പാട്ട് പറഞ്ഞു തരും. ആദ്യം ഞാൻ പാടിയത് ഈ അടുത്ത കാലത്തിലാണ്. പിന്നെ മിസ്റ്റർ ഫ്രോഡിൽ സദാപാലയ എന്ന് പറഞ്ഞൊരു കീർത്തനം, അത് ബി ഉണ്ണികൃഷ്ണൻ സാറിൻ്റെതായിരുന്നു അതിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. അപ്പം അവർ രണ്ടുപേരും കൂടി ഇരുന്നിട്ടാണ് അത്. കീർത്തനം മാത്രം ഞാൻ ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും ഇല്ലാണ്ട് വെറുതെ റെക്കോർഡ് ചെയ്തതാണ്. അതിൻ്റെ ഒരു ലൈറ്റ് വേർഷൻ വേണം, ഒട്ടും ക്ലാസിക്കലായിട്ടല്ല അത് പാടേണ്ടത്, സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള രീതിയിൽ വേണം എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് റെക്കോർഡ് ചെയ്ത് പിന്നീടാണ് അതിൻ്റെ ഓർക്കസ്ട്രേഷനൊക്കെ ചെയ്ത് ഔട്ട്പുട്ട് ഞാൻ കേൾക്കുന്നത്. ഈ പാട്ടും അതേപോലെ തന്നെ. ഈ പാട്ട് എനിക്ക് തോന്നുന്നത് കുറച്ചൊരു റോ സിംഗിങ് ആവശ്യമുള്ളൊരു പാട്ടാണ്. ഒരു
പ്രണയഗാനാണെങ്കിലും ഒരു മെലഡി ആണെങ്കിലും അതിൻ്റെ ഒരു അദ്ദേഹം പറഞ്ഞതെന്താ വെച്ചാൽ അതിൻ്റെ വരികളിൽ ഓരോ നമ്മൾ വാക്കുകൾക്കനുസരിച്ചിട്ട് ചില എക്സ്പ്രഷൻസ് നമ്മുടെ മനസ്സിലുണ്ടല്ലോ. ഇപ്പം മഞ്ഞ് എന്ന് പറയുമ്പം, മഴ എന്ന് പറയുമ്പം, അങ്ങനെ ചിരി എന്ന് പറയുമ്പോഴൊക്കെ നമ്മൾ ശീലിച്ച കുറേ എക്സ്പ്രഷൻസ് ഉണ്ട്. അങ്ങനെയൊന്നും അല്ലാണ്ട് അതിൻ്റെ ഒരു മൂഡ് മാത്രം മനസ്സിൽ കീപ്പ് ചെയ്തുകൊണ്ട് പാടാനാണ് പറഞ്ഞത്. അപ്പം ഒരു പെൺകുട്ടിയാണ്, ജിലു ജോസഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടിയാണ് ഈ ലിറിക്സ് എഴുതിയിരിക്കുന്നത്. മലയാളത്തിൽ ഏതോ ഒരു സംഗീത സംവിധായകനായിട്ട് സഹകരിക്കാൻ താല്പര്യമില്ല എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ഞാനോ? അതെവിടുന്ന് കേട്ടത്? അത് എവിടെയോ പറഞ്ഞു കേട്ടതുപോലെ വായിച്ചതെങ്ങാണ്ടാണ്. അത് വെറും തോന്നലാണ്. ഞാൻ അയ്യോ ഇതൊരു പുതിയ ന്യൂസാണ് എനിക്ക്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയൂല. നമുക്ക് അങ്ങനെ 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 തോന്നേണ്ട കാര്യം എന്താ? ആരെങ്കിലും ഇതുപോലെ ചിലപ്പോ വേറെ ആരെങ്കിലും പറ്റി കേട്ടതായിരിക്കണം, എന്നെ പറ്റിയായിരിക്കില്ല. നമുക്ക് എങ്ങാണ്ടാണെന്നാ ഞാൻ നല്ല കേമായി. എന്നാലും ഞാൻ നാളെ കാണുന്നുണ്ട്. ഇനിയിപ്പോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനൊരു മീഡിയേറ്റർ ആയിട്ട് ആ പ്രശ്നങ്ങൾ തീർക്കും. ഓക്കെ ഫൈൻ. നമുക്ക് അൺലെസ് ആൻഡ് അൺടിൽ നമ്മളുടെ ഒരു കംഫർട്ട് ലെവലുകൾ ഉണ്ടല്ലോ, നമ്മളുടെ ഒരു കംഫർട്ട് സോൺ. ഒരു മ്യൂസിഷ്യൻ എന്നുള്ള രീതിയിൽ എല്ലാവരുടെ കൂടെയും വർക്ക് ചെയ്യണത് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മളുടെ ഇഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പം അതിൻ്റെ നമ്മളുടെ കംഫർട്ട് ലെവലിനെ അല്ലെങ്കിൽ നമ്മളുടെ സമാധാനത്തെ ബ്രേക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസും എനിക്ക് പാട്ട് പാടാൻ തുടങ്ങിയതിന് ശേഷം ഉണ്ടായിട്ടില്ല. സിനിമയിൽ നിന്നും വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള, ഇപ്പം എല്ലാവരും ചോദിക്കും എന്തെങ്കിലും വിഷമം ഉണ്ടാവുന്ന എക്സ്പീരിയൻസ് ഉണ്ടായിട്ടോ, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എനിക്ക്. ഞാൻ പാട്ട് പാടുക എന്നുള്ളത് എത്ര സിനിമയിൽ പാടണം, ഇത്ര എണ്ണം പാടണം എന്നൊന്നും എണ്ണം ഞാൻ ആലോചിക്കാറില്ല. അത്ര പാടണം, അച്ചീവ് ചെയ്യണം. എനിക്ക് പാട്ടുകൾ കിട്ടുന്നുണ്ട്, ഞാൻ ഹാപ്പിയാണ്. എനിക്ക് മ്യൂസിക്കിൽ തന്നെ ജീവിക്കാൻ പറ്റണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അത് ഈശ്വരൻ സഹായിച്ച് നടക്കുകയാണെങ്കിൽ അത് നടക്കട്ടെ, അങ്ങനെയുള്ളൂ. എനിക്ക് എൻ്റെ ഫാമിലിയുടെ വലിയ സപ്പോർട്ട് എല്ലാ കാലത്തും ഉണ്ട്, അത് എപ്പോഴും ഉണ്ടാവും എന്നുള്ളൊരു നല്ല വിശ്വാസം എനിക്കുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഒരാളോട് ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ശത്രുതയൊന്നുമില്ല. സോഫാർ നമ്മളെ ആരും ഹേർട്ട് ചെയ്യാത്തടത്തോളം കാലം ഹാപ്പിയാണല്ലോ. പിന്നെ എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിട്ടും ബ്രദർലി ആയിട്ടും, ചില ആളുകളാണെങ്കിൽ നമുക്കൊരു ഗുരുസ്ഥാനത്ത് ഒരു ഫാദർലി എഫെക്ഷനുള്ള ആൾക്കാർ, അങ്ങനെയാണ് എല്ലാ വർക്കുകളും നടന്നു പോണത്. സോ ഫാർ സോ ഐ എം സോ ഹാപ്പി, അത്രേ പറയാനുള്ളൂ. ഹസ്ബൻഡിൻ്റെ റെസ്ട്രിക്ഷൻസ് സിത്താരയുടെ കരിയറിൽ കുറേ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് പറയണ്ടായി. ഇതെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കണേ? ഹസ്ബൻഡിൻ്റെ ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ഇപ്പോൾ ഈ ഒരു ഷോ തന്നെ നടക്കാൻ കാരണം ഹസ്ബൻഡുമായിട്ട് ദീപക് സംസാരിച്ചത് അല്ലേ? അത് എനിക്കും ഡോക്ടർക്ക് അറിയുന്ന കാര്യമല്ലേ, അവർക്ക് അറിയില്ലല്ലോ. അങ്ങനെ ആക്ച്വലി ഞാനിങ്ങനെ എന്താ, ഡോക്ടർ ഈ പാവം തന്നെയാണോ? പാവാന്ന് തോന്നണു? മനസ്സിലായിട്ടില്ല. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ലൈഫ് പാർട്ട്ണർ നമ്മളുടെ ഏറ്റവും നല്ല സുഹൃത്തായിരിക്കുക എന്ന് പറയുന്നതാണല്ലോ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. പക്ഷെ കുറച്ചും ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്, അതിന്റെ കാര്യം ഞാൻ ചോദിച്ചത്. ഈ മനുഷ്യനെ ഇവിടുന്ന് ഇപ്പൊ ഫ്രെയിമിൽ തന്നെ മൊത്തം ഗായബാക്കേണ്ട സമയമായി തോന്നുന്നുണ്ട്. എൻ്റെ എല്ലാ എന്താ പറയുക, ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണെങ്കിലും ശരി, ഇനി അതല്ല ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലാണെങ്കിലും ശരി, എന്നെ നല്ലോണം അറിയാം എൻ്റെ ഹസ്ബൻഡിനെ. എൻ്റെ ഒരു മൂഡ് സ്വിങ് ആണെങ്കിലും ഞാൻ എന്തൊക്കെ ആലോചിക്കാമെന്നും എൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ അറിയാം. അപ്പോൾ അതൊക്കെ അറിഞ്ഞുകൊണ്ട് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഒരുപാട് സംസാരിക്കും പരസ്പരം. ഈ എന്താ പറയുക, വീട്ടിലെ കാര്യങ്ങൾ മാത്രമല്ല, സാധനം മേടിക്കുന്നതിനെ പറ്റിയിട്ടോ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് അത് മാത്രമല്ല, എന്തിനെക്കുറിച്ച് സംസാരിക്കും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ചും അറിയാത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിറയെ സംസാരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഓരോ ദിവസവും പുതിയതായിട്ട് തോന്നാറുണ്ട്. നമുക്ക് പുതിയ മൂവിയിലെ ഒരു പാട്ടായാലോ? തീർച്ചയായിട്ടും ലേല ഓ ലേല പാടാം. ഗോപി ചേട്ടൻ്റെ അടുത്താണല്ലോ ഇപ്പോൾ പാര വെച്ചത്. ഞാൻ വെച്ചതല്ലോ. ഗോപി ചേട്ടനും മറ്റ് എല്ലാ ബഹുമാനപ്പെട്ട മ്യൂസിക് ഡയറക്ടേഴ്സിനെ ശ്രദ്ധിക്കും. ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ ദുഷ്ടനായ മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ള കഥകളാണ് ഞാൻ കേട്ടു, പറഞ്ഞു. അതിപ്പോ ഞാൻ തിരുത്താനൊരു അവസരം കിട്ടിയത് നന്നായി. അപ്പൊ ആ പാട്ട് തന്നെ പാടാം. നനയുമീ മഴ പോലെൻ്റെ മനസ്സേ
അറിയുമോ തെന്നലിന്നെൻ്റെ അരികെ നിമിഷമേ പറയൂ ജീവിതം മോഹനം ഉയരേ അണയൂ ഹൃദയം നിറയൂ പ്രണയം നുകരാൻ നീ എന്നുഷസ്സിൽ വിടരും പനിനീർമലരേ നനയുമീ മഴ പോലെൻ്റെ മനസ്സേ അറിയുമോ